സമകാലിക ലോകത്ത് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം നടത്തുമ്പോൾ നാം നേരിടുന്ന വെല്ലുവിളികളും അതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ പക്ഷത്ത് നിന്നുകൊണ്ട് ഖുർആനിനെ നാം എങ്ങനെ സമീപിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്, ഖുർആൻ എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനിച്ച് തീർക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമല്ല. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ അർത്ഥവൈപുല്യവുമൊക്കെ പൂർണ്ണമായും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ അതിൻ്റെ ആശയതലങ്ങൾ അള്ളാഹു തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ സമൂഹത്തിലുള്ള മുഫസ്സിരീങ്ങൾക്കും അതേപോലെ പണ്ഡിതന്മാർക്കുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിലരുടെ മനസ്സിലേക്കൊക്കെ അള്ളാഹു തആല അത് ലദുന്നിയായ ഇൽമായി, അല്ലെങ്കിൽ ഇൽമുൽ മൗഹിബത്ത് എന്ന് പറയും, അള്ളാഹു തആല ഇട്ടുകൊടുക്കാറുമുണ്ട്. അങ്ങനെ അവർക്ക് ലഭിച്ച ആ അറിവ് വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ ഈ കാലം അത്രയും നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതും വ്യാഖ്യാനിച്ചിട്ടുള്ളതും. പക്ഷേ പിൽക്കാലത്ത് നാമൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ പഠനം വളരെ ലളിതമായ ഒരു കാര്യമാണെന്നും അത് ആർക്കും വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്നും കേവലം ഖുർആനിൻ്റെ ഒരു പരിഭാഷ ലഭിച്ചാൽ, അതല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ ലഭിച്ചാൽ അതേത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥമേ ഖുർആനിലുള്ളൂ എന്നുമുള്ള പ്രചാരണങ്ങൾ പിൽക്കാലത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മോട് സാധാരണക്കാരൊക്കെ ചോദിക്കാറുണ്ട്, അത് ഖുർആനിലുണ്ടോ, അല്ലെങ്കിൽ ഖുർആനിലെ ഏത് ആയത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആയത്തിൽ പറഞ്ഞത് ഇന്ന കാര്യം മാത്രമല്ലേ, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പൊതുവെ നാം സമൂഹത്തിൽ നിന്ന് കേൾക്കാറുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തിൽ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറയുന്ന ആയത്തിന്റെ പരിധിയിൽ മുഫസ്സിറുകൾ ധാരാളം വ്യാഖ്യാനങ്ങൾ എഴുതിയതായി കാണാൻ സാധിക്കും. ആ ആയത്ത് ഇറങ്ങുന്നതിന് ഒരു പശ്ചാത്തലമുണ്ടാകും, ഒരു സബബുൻ നുസൂൽ. മുനാഫിക്കുകളെ പറ്റി, അവർ ചെയ്ത തെറ്റുകളെ പറ്റി ആയിരിക്കും ആ ആയത്ത് ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ ഒരു പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്ത് ആ പശ്ചാത്തലത്തിൽ മാത്രം പരിമിതപ്പെടുത്തുകയും അത് കപടവിശ്വാസികൾക്ക് മാത്രമാണ് ഈ ആയത്ത് ബാധകമാവുക, മറ്റാർക്കും ബാധകമാവുകയില്ല എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സ്വാഭാവികമായും മഹാന്മാരായ ആളുകളോട് വസീല ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന തവസ്സുല്, അതുപോലെയുള്ള കാര്യങ്ങൾക്ക്, അതല്ലെങ്കിൽ അവരോട് ശഫാഅത്ത് തേടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തെളിവായി സാധാരണ ഈ ആയത്ത് ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇത് ഉദ്ധരിക്കുമ്പോൾ തന്നെ ചില സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ എവിടെ തെരഞ്ഞാലും നമുക്ക് അറിവ് കിട്ടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഖുർആനിൽ ഇന്ന ആയത്തിന് ഇന്ന അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ അത് തഫ്സീർ നോക്കുന്നതിന് പകരം ജസ്റ്റ് ഗൂഗിളിൽ നോക്കുന്നു, ആ ഗൂഗിളിൽ നിന്ന് അതിന്റെ അർത്ഥം കണ്ടെത്തുന്നു. അതിന് ഖുർആൻ പറഞ്ഞ ഇതിന് ട്രാൻസ്ലേഷൻ കൊടുത്തത് ഇന്നതല്ലേ, അപ്പൊ അത് തന്നെയല്ലേ അതിന്റെ അർത്ഥം എന്ന രൂപത്തിലേക്ക് സാധാരണക്കാർ പോലും ചെന്നെത്തുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഈ ഒരു ആയത്തിന് തന്നെ നമ്മുടെ മുഫസ്സിറുകൾ, വ്യാഖ്യാതാക്കൾ എന്തെല്ലാം സാധ്യതകളാണ് ഇതിന് നിരത്തി വെച്ചിട്ടുള്ളത് എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും തഫ്സീറുകളിലൂടെയുള്ള ഖുർആൻ പഠനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിനിടയിലും അതേപോലെ ഗവേഷണം നടത്തുന്ന ആളുകളുടെ ഇടയിലുമൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം. അപ്പൊ ഈ വലൗ അന്നഹും യളമു അൻഫുസഹും എന്ന ആയത്തിന് തന്നെ
മഹാന്മാരായ മുഫസ്സിറുകൾ ഇമാം തുബരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള, അതല്ലെങ്കിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനമുണ്ടാവും. അപ്പൊ ഈ വ്യാഖ്യാനം പറയുമ്പോൾ സ്വാഭാവികമായും നമ്മോട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അത് ആ മുഫസ്സിറിന്റെ അഭിപ്രായമല്ലേ? അള്ളാഹുവിന്റെ അഭിപ്രായം കിട്ടണമെങ്കിൽ ഖുർആൻ തന്നെ നോക്കണ്ടേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോ തഫ്സീറുകളൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഖുർആൻ മാത്രം മതി എന്ന ഒരു അപകടകരമായ വാദത്തിലേക്കാണ് അതൊക്കെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ പറയുന്നത്, നമുക്ക് അള്ളാഹുവിന്റെ അഭിപ്രായമാണ് കിട്ടേണ്ടത്. പക്ഷെ അള്ളാഹുവിന്റെ അഭിപ്രായം നമുക്ക് കിട്ടുന്നത് തഫ്സീറുകളിലൂടെയാണ്. തഫ്സീറുകളിൽ വരുന്നത് ഒരിക്കലും മുഫസ്സിറിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമല്ല, മറിച്ച് അവർക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പരമ്പര ചെന്നെത്തുന്ന സനദിലൂടെയാണ് അവർക്ക് ആ അഭിപ്രായങ്ങളൊക്കെ ലഭിക്കുന്നത്. അത് ചില മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ അതിന്റെ സനദി എഴുതിയിട്ടുണ്ടാകും, ചിലര് അത് എഴുതിയിട്ടുണ്ടാവുകയില്ല. തഫ്സീറിന്റെ ശൈലിയും രൂപവും ഒക്കെ വെച്ചുകൊണ്ട് ചിലത് വിശാലമായ തഫ്സീറായിരിക്കും, അപ്പൊ അതിൽ കൃത്യമായ ഓരോ സനദും വിശദീകരിക്കും. എന്നാൽ ചിലത് മുഖ്തസറായ ചെറിയ രൂപത്തിലുള്ള തഫ്സീറുകളായിരിക്കും, അപ്പൊ അതില് സനദുകൾ ശരിക്കും വിശദീകരിക്കുകയില്ല. തുബരി ഇമാമിന്റെയും അതേപോലെ ഇബ്നു കസീറിന്റെയും ഒക്കെ തഫ്സീറുകളിൽ പലതും നമുക്ക് സനദ് വിശദമായി കാണാൻ സാധിക്കും. ഒരു ആയത്തിലെ ഒരു വാക്കിന് ഒരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർത്ഥം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നതിന് ഇമാം തുബരി ചിലപ്പോൾ 4ഉം 5ഉം ഒക്കെ സനദ് പരമ്പര ഉദ്ധരിക്കുന്നതായി കാണാൻ പറ്റും. അപ്പൊ നമുക്ക് സംശയം തോന്നും, ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇത്ര കൂടുതൽ സനദ് പറയേണ്ടതുണ്ടോ? അവിടെ ഇമാം തുബരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സൂക്ഷ്മതയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമിലെ ഒരു വാക്കിന് പോലും ഞാൻ എൻ്റെ സ്വന്തം വകയായി ഒരു അർത്ഥം പറഞ്ഞു എന്ന് വരാൻ പാടില്ല. എനിക്കിതിന് ഈ അർത്ഥം എവിടെ നിന്ന് കിട്ടി, അത് ഇന്ന സ്വഹാബിയിലൂടെ ഇങ്ങനെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്. ഇങ്ങനെ കൃത്യമായി സനദ് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനം എഴുതുന്ന ഒരു രീതിയാണ് പഴയകാല തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരം മുഫസ്സിറുകൾ വിശദീകരിച്ച് തന്ന ആശയങ്ങൾ മനസ്സിലാക്കി അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ശ്രദ്ധയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ നമ്മിൽ നിന്നൊക്കെ ഉണ്ടാകേണ്ടത്. ഇപ്പോ ഇതിനു മുമ്പ് നടന്ന സംസാരത്തിൽ ഇന്നത്തെ AI പറ്റിയും അതുപോലെ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന തഫ്സീർ വ്യാഖ്യാനങ്ങളെ കുറിച്ചുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ശരിയായ വ്യാഖ്യാനമാണോ അല്ലേ എന്ന് തഫ്സീറിന്റെ പിൻബലത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പൊ അത്തരം പ്ലാറ്റ്ഫോമുകൾ വെച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് കിതാബുകൾ തുറന്നു വെച്ചുകൊണ്ടാണ് നാം തഫ്സീർ നോക്കിയിരുന്നത്. ഇന്ന് കിതാബുകൾ ഇങ്ങനെ തുറന്നു വെക്കേണ്ട ഒരു ആവശ്യം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്നത്തേതായ രീതിയിൽ തഫ്സീറുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം ഉയർന്നു വരണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് അർത്ഥ തലങ്ങളിലേക്ക് ചെന്നെത്താൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഒരു ആയത്തിന് ഒരു അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ ആ അർത്ഥം മാത്രമേ ആ ആയത്തിലുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതിന് പകരം വ്യത്യസ്തമായ തഫ്സീറുകളിലൂടെ കടന്നു പോകാൻ നാം ശ്രമിക്കണം. അപ്പോ ധാരാളം തഫ്സീറുകൾ നോക്കുമ്പോൾ കുറെ ആവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും പല തഫ്സീറുകളിലും പുതിയ പുതിയ അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത്തരം അർത്ഥങ്ങളെ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ നാം ഉണ്ടാക്കിയെടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സലഫുസ് സാലിഹീങ്ങൾ ഖുർആനിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഇന്ന് വ്യത്യസ്തമായ മൻഹജുകൾ, മെത്തഡോളജികൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പഴയകാല തഫ്സീറുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൂറത്ത് എടുത്തുകൊണ്ട് ആ സൂറത്തിലെ ആയത്തുകളെ ലഫ്ളം ബി ലഫ്ള് വിശദീകരിക്കുന്ന ഒരു രീതിയാണ് പണ്ടത്തെ തഫ്സീറുകളിലൊക്കെ ഉള്ളത്. പക്ഷെ ഇന്ന് ആ വിശദീകരണ രീതിയോടൊപ്പം തന്നെ ഖുർആനിനെ മൗദൂഇയായി സമീപിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഓരോ വിഷയാടിസ്ഥാനത്തിൽ ഖുർആനിനെ സമീപിക്കുന്ന തഫ്സീർ രചനകൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടേതായ രീതിയിൽ നമുക്കും വേണമെങ്കിൽ അങ്ങനെയുള്ള തഫ്സീറുകളൊക്കെ വിപുലപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. തഫ്സീറുൽ മൗദൂഇ ലിസുവരിൽ ഖുർആനിൽ കരീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം തഫ്സീറുകൾ നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അത് എല്ലാ ആശയങ്ങളും നമുക്ക് യോജിക്കാൻ കഴിയുന്നതാകണമെന്നൊന്നുമില്ല. പക്ഷേ ആ തഫ്സീറിന്റെ രചനാ ശൈലി നമുക്ക് ഇന്ന് വളരെയേറെ ഉപകാരപ്രദമായ ഒരു ശൈലിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇന്ന് നാം അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, നമ്മൾ ഖുർആൻ തല മുതൽ അവസാനം വരെ തഫ്സീർ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ
ആ വിഷയം ഖുർആൻ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഉദാഹരണമായി ഈ ജെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ വീക്ഷണം, അതേപോലെ ഇൻഹെറിറ്റൻസുമായി അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ വീക്ഷണം, ഇങ്ങനെ സ്ത്രീകളുടെ ഹിജാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ത്വലാഖ്, മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ ഖുർആൻ കൃത്യമായി ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ നമ്മോടിപ്പോ ഒരാള് ഹിജാബിനെ പറ്റി ഖുർആനിന്റെ ഒരു വീക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്കതിന് മറുപടി പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് കാരണം നാം ഖുർആൻ പഠിക്കുന്നത് ഫാത്തിഹ ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന്റെ അർത്ഥം പഠിക്കും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിന്റെ അർത്ഥം പഠിക്കും. ഇങ്ങനെ ഓരോ ആയത്തുകളുടെയും അർത്ഥം പഠിച്ചു പോകുന്നു എന്നതിനപ്പുറം ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള ഖുർആനിന്റെ വീക്ഷണങ്ങൾ കണ്ടെത്താൻ നാം തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതാണ് ശരിക്കും തഫ്സീർ മൗദൂഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഏത് സൂറത്തുകൾ എടുത്തു നോക്കിയാലും ആ സൂറത്തിന് ഒരു പ്രധാനപ്പെട്ട തീം ഏത് സൂറത്തുകളിലും ഉണ്ടാകുമെന്നാണ് ഇത്തരം പണ്ഡിതന്മാർ പറയുന്നത്. അത് നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ ബഖറ എടുത്തു നോക്കിയാൽ അതിനെ കാര്യമായി അവതരിപ്പിക്കുന്ന ഒരു വിഷയം ഉണ്ടാവും. ആ വിഷയം തുടങ്ങി പിന്നെ വേറെ പല വിഷയങ്ങളിലേക്കും പോയി വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ കടന്നു വന്ന് പിന്നെ പല കാര്യങ്ങളും പറഞ്ഞ് വീണ്ടും ആ വിഷയം തന്നെ കടന്നു വന്ന് ഇങ്ങനെയുള്ള ഒരു ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ഇങ്ങനെ കറങ്ങി തിരിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പലരും ഖുർആനിനെ എതിർക്കാറുള്ളത് ഒരുപാട് ആവർത്തനങ്ങൾ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും എതിർക്കാറുണ്ട്. പക്ഷെ നാം പറയുന്നത് ഖുർആൻ എന്ന് പറയുന്നത് ആവർത്തനങ്ങൾ ഉണ്ടെങ്കിലും ആ ആവർത്തനം എന്നത് ഖുർആനിന്റെ ഒരു ശൈലിയിൽപ്പെട്ടതാണ്. തക്റാർ എന്ന് പറയുന്നത് ഖുർആനിന്റെ ഒരു ശൈലിയിൽപ്പെട്ടതാണ്. ഒരു വിഷയം തന്നെ ഒരു രൂപത്തിൽ പറഞ്ഞ് മറ്റൊരു സ്ഥലത്ത് വേറൊരു രൂപത്തിൽ പറഞ്ഞ് അങ്ങനെ സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഖുർആനിന്റെ സന്ദേശങ്ങൾ അത് പരമാവധി സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന ഒരു രീതിയാണ് ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ടുള്ള ആ ഒരു പഠനം അതാണ് പ്രധാനമായും ഇന്നത്തെ ഈ ഒരു കാലത്ത് നാം നടത്തേണ്ടത്. അപ്പോ അത്തരം പഠനങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരു സൂറത്തിലൂടെയുള്ള മൗദൂഇയായ പഠനങ്ങളും അതല്ലെങ്കിൽ വ്യത്യസ്ത മൗദൂഉകളെ കുറിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളുമൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. അപ്പോൾ അൽ ബഖറ സൂറത്ത് അത് എന്തിനാണ്, ഏത് വിഷയത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അൽ ബഖറയിലുള്ള ആയത്തുകളിലൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഈ രൂപത്തിലുള്ള പഠനങ്ങൾ നടത്തുമ്പോഴാണ് ഒരുപാട് ആരോപണങ്ങൾക്കുള്ള മറുപടികളും നമുക്ക് നൽകാൻ സാധിക്കുക. ഉദാഹരണത്തിന് പിന്നെ അൽ ബഖറയിലൊക്കെ സാധാരണ പറയാറുണ്ട്, അൽ ബഖറ എന്ന് പറയുന്ന ആ പേരിനെ കുറിച്ച് തന്നെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ഖുർആൻ വലിയൊരു അമാനുഷിക ഗ്രന്ഥമായിട്ട് അതിലെ രണ്ടാമത്തെ അതല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെയുള്ള സൂറത്തിന് അൽ ബഖറ എന്ന് പറയുന്ന പശു എന്ന ഒരു പേരാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ അൽ ബഖറ എന്ന പേര് ഒരു ദൈവിക ഗ്രന്ഥത്തിലെ ഒരു അധ്യായത്തിന് ഇങ്ങനെ ഒരു ശീർഷകം നൽകാൻ പറ്റുമോ എന്നൊക്കെ പലരും ആരോപണം നടത്താറുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് അൽ ബഖറ ആയാലും അതല്ലെങ്കിൽ ആല ഇമ്രാൻ ആയാലും നിസ ആയാലും ഏത് സൂറത്തിനും നാമകരണം ചെയ്തത് ആ സൂറത്തിൽ പറയുന്ന പ്രതിപാദ്യ വിഷയവുമായി അതിന് അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ടായിരിക്കും. അല്ലാതെ നമ്മളിങ്ങനെ അധ്യായം പശു, അധ്യായം ഉറുമ്പ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിലും ആ അൽ ബഖറയുടെ സംഭവവും ആ സൂറത്തിലെ പിന്നെ ചർച്ചാ വിഷയവും തമ്മിൽ വലിയ ബന്ധമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നാമം വന്നിട്ടുള്ളത്. സൂറത്തുൽ അൻആമിനെ, അൻആം എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ എന്നാണ് അർത്ഥം. പക്ഷേ ആ ഒരു നാമം ആ സൂറത്തിന് വരുന്നത് അൻആമുമായി ബന്ധപ്പെട്ട കുറെ അന്ധവിശ്വാസങ്ങൾ അതല്ലെങ്കിൽ അനാചാരങ്ങൾ അന്ന് ജാഹിലിയ കാലത്ത് ഖുറൈശികൾക്കിടയിൽ കുഫാറുകൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു. ചില മൃഗങ്ങളെ അവര് അറുക്കാൻ തയ്യാറാവുകയില്ല, ചില മൃഗങ്ങളുടെ പുറത്ത് യാത്ര ചെയ്യാൻ അവർ വിസമ്മതിക്കും, ചിലത് അവരിൽ പുരുഷന്മാർക്ക് മാത്രം ഹലാലും സ്ത്രീകൾക്ക് ഹറാമും, ഇങ്ങനെ ഒരുപാട് ഹലാല് ഹറാമി എന്നതൊക്കെ തങ്ങൾക്ക് തോന്നുന്ന രൂപത്തിൽ ഹലാലും ഹറാമുമാക്കുന്ന ഒരു രീതി അന്ന് നിലവിൽ വന്നിരുന്നു. അപ്പോ ഈ അൻആമുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ നിലനിന്നിരുന്ന ഇത്തരം ആചാരങ്ങളെ എതിർക്കുക, ആ ആചാരങ്ങളെ എതിർക്കുന്നതിലൂടെ അന്നത്തെ ശിർക്കിനെ എതിർക്കുക, എന്നിട്ട് തൗഹീദിനെ സ്ഥാപിക്കുക എന്നതാണ് സൂറത്തുൽ അൻആമിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അപ്പൊ ഏത് സൂറത്തും അതിന്റെ ആ ലക്ഷ്യത്തിലൂന്നി നിന്നുകൊണ്ടുള്ള ആയത്തുകളും അതിന്റെ പേരാണെങ്കിലും അതേപോലെ അതിന്റെ തുടക്കമാണെങ്കിലും അതിന്റെ അവസാനമാണെങ്കിലും ആ രൂപത്തിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ്
ഇത്തരം പണ്ഡിതന്മാരുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതും നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകുന്നു. അപ്പോ പ്രധാനമായും തഫ്സീറുകൾ എന്ന് പറയുന്നത് കേവലം തുടക്കം മുതൽ അവസാനം വരെ തഫ്സീർ പഠിച്ചു പോവുക, ആയത്തിന്റെ അർത്ഥം പഠിച്ചു പോവുക എന്നതിനപ്പുറത്ത് ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ആ വിഷയത്തെ ഖുർആൻ എങ്ങനെ സമീപിക്കുന്നു എന്ന രീതിയിലുള്ള മൗദൂഇയായ പഠനങ്ങൾ നാം നടത്തണമെന്നതാണ് ഈ സന്ദർഭത്തിൽ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഹിജാബ്, അതേപോലെ ജെൻഡർ, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ, അതുപോലെ മീറാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇൽമ്, ഇവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇൽമുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ സമീപനം എന്ത്, അതല്ലെങ്കിൽ മലായികത്തുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ സമീപനം എന്ത്, ജിന്നുമായി ബന്ധപ്പെട്ട സമീപനം എന്ത്, ശൈത്താനുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ, ഇങ്ങനെ ഒരേ ആയത്ത് തന്നെ ഒരു വിഷയം എടുത്തുകൊണ്ട് ആ വിഷയത്തെ ഖുർആൻ വ്യത്യസ്ത സൂറത്തുകളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, ആ രൂപത്തിൽ പിന്നെ നമ്മുടെ പരമ്പരാഗത തഫ്സീറുകളുടെ പിൻബലത്തിൽ പഠനം നടത്തുമ്പോഴാണ് ഖുർആന്റെ ആ ഒരു അർത്ഥ വൈപുല്യം, ഒരു വലിയ മഹാ ആശയ പ്രപഞ്ചം ഖുർആനിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഖുർആൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആയത്ത് ഒരു സൂറത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിഷയം അവിടെ അവസാനിക്കുന്നില്ല. അതിന്റെ ബാക്കി വേറെ സൂറത്തുകളിൽ വന്നേക്കാം, അവിടെ വന്നതിന്റെ ബാക്കി വേറെ സൂറത്തുകളിൽ വരും. അതുകൊണ്ടാണ് അൽ ഖുർആൻ യുഫസ്സിറു ബഅദുഹു ബഅദ എന്ന് പറയുന്നത്. ഖുർആനിലെ ചില ആയത്തുകൾ മറ്റു ചില ആയത്തുകൾക്കുള്ള വ്യാഖ്യാനങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നുണ്ട്. മുസ്തഖീമായ വഴി, മുസ്തഖീമായ വഴി ഏതാണ് എന്ന് അവിടെ പറയുന്നത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചവരുടെ വഴി എന്നതാണ്. ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ ആരാണ് എന്ന് ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും വഴിയാണ് അനുഗ്രഹം ലഭിച്ചവരുടെ വഴി. അപ്പോ ഈ 2-3 ആയത്തുകളും കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് ഖുർആനിന്റെ ഒരു ആശയം അവിടെ രൂപപ്പെടുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ആയത്തെടുക്കുന്നു, അതിന്റെ ട്രാൻസ്ലേഷൻ നോക്കുന്നു, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു, അവിടെ നമ്മൾ നിർത്താൻ പാടില്ല. ഓരോ സ്ഥലങ്ങളിലും ഖുർആൻ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് നോക്കിക്കൊണ്ട് വ്യത്യസ്ത സൂറത്തുകളിൽ നിന്ന് അതുമായി കണക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ തഫ്സീറുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ ഖുർആന്റെ ആ ഒരു പൂർണ്ണാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നാം ഈ കണ്ടെത്തുന്ന അർത്ഥങ്ങളൊന്നും ഒരിക്കലും ഖുർആന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നില്ല എന്നതുകൂടെ നാം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഖുർആനിനെ ഒരു ലളിതവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് 10-32 വാള്യാണ്. അത് ഖുർആന്റെ വിശദീകരണമാണ്. അത് റാസി ഇമാമിന് അന്നത്തെ ആ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഖുർആനെ വ്യാഖ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിന് അത്രയും വലിയ വാള്യങ്ങൾ എഴുതേണ്ടി വന്നു. തഫ്സീർ റാസി പൂർണ്ണമായും ഇമാം റാസി എഴുതിയതാണോ അല്ലേ എന്നതിലൊക്കെ പണ്ഡിതാഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ആ തഫ്സീർ അത്രയും വാള്യങ്ങളുണ്ട്. അപ്പൊ അത്രയും ആശയങ്ങൾ ഈ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇമാം റാസി നമ്മെ പഠിപ്പിക്കുന്നത്. അത് അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ, അന്ന് റാസി ഇമാം ജീവിച്ചിരുന്ന കാലത്ത് ലോകത്തുണ്ടായിരുന്ന ചിന്താ പ്രസ്ഥാനങ്ങളെയൊക്കെ വെച്ചുകൊണ്ടാണ് ആ തഫ്സീർ എഴുതിയിട്ടുള്ളത്. റാസി ഇമാമിന്റെ തഫ്സീർ നോക്കിയാൽ അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇസ്ലാമിക ലോകത്തും അല്ലാതെയും ഉണ്ടായിരുന്ന എത്രയോ ചിന്താഗതിക്കാരുടെ വീക്ഷണങ്ങൾ റാസിയിൽ ഉദ്ധരിച്ചതായി കാണാൻ പറ്റും. 30-ലധികം മുഅ്തസിലത്ത്, അതേപോലെ ബാത്തിനിയത്ത്, ഷിയാക്കള്, അതേപോലെ മറ്റു മതസ്ഥര്, ഇതര ചിന്താഗതിക്കാർ, ഇങ്ങനെ ഒരുപാട് വീക്ഷണക്കാരുടെ അഭിപ്രായങ്ങളും ആ അഭിപ്രായത്തിന് എങ്ങനെയാണ് ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് നമുക്ക് മറുപടി പറയാൻ സാധിക്കുക എന്ന രീതിയിലാണ് റാസി ഇമാം തഫ്സീർ എഴുതിയിട്ടുള്ളത്. പലരും തഫ്സീർ റാസിയെ കുറിച്ചൊക്കെ പറയാറുണ്ട്. തഫ്സീർ റാസിയിൽ തഫ്സീറിനേക്കാളും കൂടുതൽ മറ്റു കാര്യങ്ങളാണുള്ളത് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആരോപണമാണ്. റാസി ഇമാം തഫ്സീർ എഴുതിയത് അന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ അന്ന് ഏതെല്ലാം മേഖലകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ അവയൊക്കെ ഖുർആനിന്റെ ആയത്തുകളുടെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി നിരീക്ഷിച്ചിട്ടുണ്ട്. അവരുടെ വികലവാദങ്ങൾക്കുള്ള മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഇനിയും ഒരുപാട് ചിന്തകൾ, അതേപോലെ പ്രസ്ഥാനങ്ങളും മറ്റുമൊക്കെ വളർന്നു വരികയാണ്. അതിനൊക്കെയുള്ള മറുപടിയും അത്തരം പ്രസ്ഥാനങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നതിനുള്ള മറുപടികളൊക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഒരു പരിമിതി എന്ന് പറയുന്നത്, നമ്മൾ ഖുർആനിന്റെ തഫ്സീർ എഴുതാൻ മാത്രമുള്ള
ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊക്കെ ഒത്ത ആളുകളാകണമെന്നില്ല. അപ്പം നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് ഈ നിബന്ധനകളൊക്കെ ഒത്ത പണ്ഡിതന്മാർ പറഞ്ഞ തഫ്സീറുകളിൽ തന്നെ ധാരാളം കാര്യങ്ങൾ പിന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അത്തരം തഫ്സീറുകൾ വായിക്കുവാനും ആ തഫ്സീറുകളിൽ കിട്ടുന്ന അറിവുകൾ സമൂഹത്തിന് ഉപകാരപ്പെട്ട രൂപത്തിൽ പറഞ്ഞു കൊടുക്കുവാനുമുള്ള ഒരു ശ്രദ്ധയാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. അത് പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിലുള്ള പണ്ഡിത വിദ്യാർത്ഥികളുടെ ഒരു ഉത്തരവാദിത്തമായി മനസ്സിലാക്കി ഖുർആനിന് ഖിദ്മത്ത് ചെയ്യുവാൻ നാം എല്ലാവരും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയാവതരണവും മറ്റുമൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അല്ലാഹു തആല ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആനിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.